Praise the Lord. Hallelujah. 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 ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സർവകൃപാലുവായ ദൈവം കഴിഞ്ഞ പകൽക്കാലം നാം ഓരോരുത്തരുമായിരുന്ന മേഖലകളിൽ നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. ഈ രാത്രിയിലും ദൈവത്തിന്റെ അദൃശ്യമായ കരം നമ്മളോട് കൂടെ ഇരുന്നതുകൊണ്ട് ക്ഷേമത്തോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രാരംഭത്തിൽ തന്നെ പാസ്റ്റർ അശ്വന്ത് അവരുകളോടുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ ജീവമന്ന പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ നല്ല സാവകാശത്തിനായും എന്നെ ക്ഷണിച്ച പാസ്റ്റർ അശ്വന്ത് അവരുകൾക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ ഈ ജീവമന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബോംബെയിലായിരിക്കുന്ന പാസ്റ്റർ ഷൈജുനെയും ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുന്നു. ദൈവമായ കർത്താവ് അവിടങ്ങളിലായി ഓരോരുത്തരെയും സൂക്ഷിക്കുന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുകയും തുടർന്നുള്ള ചില നിമിഷങ്ങളിൽ ദൈവസന്നിധിയിൽ ദൈവജന ധ്യാനത്തിനു വേണ്ടി സമയം വേർതിരിക്കുകയും ചെയ്യും. അനവധിയായ തിരക്കുകളുടെ മധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. അപ്പോൾ ഇപ്രകാരമുള്ള ഓൺലൈൻ മീറ്റിങ്ങുകൾ പലപ്പോഴും സമയം നമുക്ക് ലഭിക്കുമ്പോൾ ശ്രവിക്കുവാനും അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ദൂതുകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുവാനും ഇടയായിത്തീരുന്നു എന്ന സന്തോഷകരമായ നിമിഷങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. അതിന് വേദിയൊരുക്കുന്ന ദൈവഭൃത്യൻ പാസ്റ്റർ അശ്വന്തിനായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. വേഗത്തിൽ ദൈവജന ചിന്തകളിലേക്ക് നമുക്ക് കടന്നുവരാം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ വേദചിന്ത ക്രമീകരിച്ചിരിക്കുന്നത്. ആ വേദഭാഗം ഇങ്ങനെയാണ്, ഞാൻ വായിക്കുന്നു. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുക്കും. അനുഗ്രഹീതമായ ഈ വേദഭാഗത്തിനായി ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനും നിങ്ങളും ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ ലോകം കണ്ടുപിടുത്തങ്ങളുടെ ഉയരങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. ദൈവഭൃത്യന്മാരുടെ ഭാഷയിൽ ഇങ്ങനെ പറയാൻ കഴിയും, മണിച്ചട്ടത്തിൽ തുടങ്ങി കാൽക്കുലേറ്ററിലൂടെ വളർന്ന് ഇന്റർനെറ്റിലൂടെ കടന്ന് നാനോ ടെക്നോളജിയിൽ എത്തി നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കൊറോണ എന്ന വൈറസിനെ ഈ മനുഷ്യൻ ഭയപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ വീണ്ടും ചൈനയുടെ വിവിധ മേഖലകളിൽ കൊറോണ പിടിമുറുക്കുന്നു എന്ന വാർത്ത ലോകം വീണ്ടും ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ ഇത്രയും സംഭവബഹുലമായ സംഭവങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ടും ജനം വചനത്തിലേക്ക് മടങ്ങുന്നില്ല എന്നതാണ് കാര്യം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ സത്യമെന്ന് പറയുന്നത്. എന്നിട്ടും ഈ വചനത്തിലേക്ക് തിരിയാൻ പലരും തയ്യാറാകുന്നില്ല എന്നതൊരു ദുഃഖസത്യമാണ്. എന്നാൽ ഈ വചനം ലോകത്തോട് വിളിച്ചു പറയുന്ന ആത്മീയമായ സത്യങ്ങളെ കാണാതിരിക്കുവാൻ പല ഹൃദയങ്ങളെയും പിശാച് മൂടിക്കൊണ്ടിരിക്കുന്നു. ഒരിക്കൽ ഒരു മനുഷ്യൻ പറഞ്ഞു, എന്റെ കാലയളവിൽ തന്നെ
ഈ ബൈബിൾ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റിക്കളയും എന്ന് പറയുവാനിടയായിത്തീർന്നു. നമുക്കെല്ലാവർക്കും അറിയാം, വോൾട്ടയർ എന്ന് പറയുന്ന മനുഷ്യനാണ് ഇപ്രകാരം പറഞ്ഞത്. എന്നാൽ ചരിത്രം അതിന് മറുപടി നൽകിയത് തന്റെ മരണശേഷം വേൾഡ് ബൈബിൾ സൊസൈറ്റി തന്റെ വീട് വിലയ്ക്ക് വാങ്ങിയിട്ട് ആ വീടിന്റെ എല്ലാ കോണുകളിലും ബൈബിൾ നിറച്ചു വെച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി പറയും, അതാണ് വചനത്തിന്റെ ശക്തി എന്നുള്ളത്. കാരണം വചനം ദൈവമായിരുന്നു എന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു 1189 അധ്യായങ്ങളും 31,173 വാക്യങ്ങളും അടങ്ങി ഈ വിശുദ്ധ വേദപുസ്തകം 40 വിശുദ്ധ രചയിതാക്കളാൽ 1600 സംവത്സരങ്ങൾ കൊണ്ട് വിവിധ ദേശങ്ങളിൽ ഇരുന്ന് വിവിധ ഭാഷകളിൽ രചിക്കപ്പെട്ട ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ 47ാമത്തെ പുസ്തകമായ 2 കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ് ഇന്ന് രാത്രികാലം നമുക്ക് ചിന്തയ്ക്ക് ആധാരമായ കുറിവാക്യം നമ്മൾ തിരഞ്ഞെടുക്കുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ കൊരിന്ത്യ ലേഖനത്തെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1ാമത്തെ കത്തിന് ശേഷം ഈ കൊരിന്ത്യ സഭയിൽ ദുരുപദേഷ്ടാക്കന്മാർ കടന്നു വരികയും അവർ പൗലോസിനെതിരെ ജനങ്ങളെ പറഞ്ഞിളക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? പൗലോസ് അസ്ഥിരചിത്തനാണ്, നിഗളിയാണ്, കാഴ്ചയിലും സംസാരത്തിലും മതിപ്പുണ്ടാക്കാത്തവനാണ്, കപട സ്വഭാവിയാണ്, യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന് പറയുവാൻ യോഗ്യതയില്ലാത്തവനാണ് എന്നൊക്കെയുള്ള വാദം ഈ പ്രിയപ്പെട്ടവരെ കൊരിന്ത്യ സഭയിൽ പറഞ്ഞ് ജനത്തെ ഇളക്കുവാനിടയായിത്തീർന്നു. ഈ സാഹചര്യത്തെ നേരിടുവാൻ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിനെ കൊരിന്ത്യ സഭയിലേക്ക് അയക്കുവാനായിട്ടിടയായിത്തീർന്നു. ഈ തീത്തോസ് കൊരിന്ത്യ സഭയിൽ ചെന്ന് തന്റെ കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം മടങ്ങിയെത്തിയപ്പോൾ കൊരിന്ത്യ സഭയിലുണ്ടായ അല്ലെങ്കിൽ അവിടുത്തെ ജനത്തിനുണ്ടായ ഹൃദയത്തിന്റെ പരിവർത്തനത്തെക്കുറിച്ച് കേട്ട പൗലോസ് വളരെയധികം സന്തോഷിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ഈ ലേഖനത്തിൽ ഉടനീളം പൗലോസ് തന്റെ അവസ്ഥകൾ കേട്ടിട്ട്, തന്റെ അഭിപ്രായം കേട്ടിട്ട് മനം തിരിഞ്ഞവരോടുള്ള നന്ദി അറിയിക്കുകയും അല്ലെങ്കിൽ അനുതപിച്ചവരോടുള്ള നന്ദി പറയുകയും ബാക്കിയുള്ള ന്യൂനപക്ഷത്തോട് ന്യായവാദം ചെയ്യുകയാണ് ഈ 2ാമത്തെ ലേഖനത്തിൽ പൗലോസ് ചെയ്യുന്നത്. ഈ ലേഖനത്തിലുടനീളം പൗലോസ് തന്റെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന നിലയിലുള്ള തന്റെ വിളിയെയും പറ്റി അവരോട് ന്യായവാദം നടത്തുന്നതായിട്ട് ഈ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഒരിക്കൽ കൂടി ആ കുറിവാക്യം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുക്കുന്നു എന്നാണ് 1ാമത്തെ അധ്യായം 2 കൊരിന്ത്യ ലേഖനം 1ാമത്തെ അധ്യായം അതിന്റെ 3, 4, 5 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വാക്യങ്ങളിൽ 3 വാക്യങ്ങളിൽ നിന്നായി 3 പ്രധാന ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇന്ന് രാത്രികാലം കർത്താവിൽ ശരണപ്പെടുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് കഷ്ടത അത് എല്ലാവർക്കും ഉണ്ട് എന്ന് ഈ വേദഭാഗം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിന്റെ 4ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഏഷ്യ മൈനറിലുള്ള സഭകൾ സ്ഥാപിക്കുകയും
അനേക 13 ലേഖനങ്ങൾ എഴുതുകയും ചെയ്ത അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഈ വചനത്തെ ശ്രവിക്കുന്ന, ഈ വചനത്തെ ഓൺലൈനിലൂടെ ശ്രവിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന് ഇപ്രകാരം ഒരു കഷ്ടതയുണ്ടായിരുന്നെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ കഷ്ടത ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഇന്ന് രാത്രികാലം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ ആരെങ്കിലും ഈ വാക്കുകളെ ഈ വചനത്തെ ശ്രവിക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവവൈതലേ, ദൈവത്തിന്റെ വചനം നിന്നെ ഉറപ്പിക്കുവാനായി പറയുന്നു, കഷ്ടത അതെല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. കഷ്ടതയില്ലാത്ത ക്രിസ്തീയ ജീവിതം അത് വ്യർത്ഥമാണ് എന്നൊരു പ്രാസംഗികൻ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടത അത് ദൈവമറിഞ്ഞിട്ടാണ് വരുന്നത്. ഇന്ന് രാത്രികാലം ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളെ താങ്ങാനാകാതെ വേദന കൊണ്ട് ഹൃദയം വെട്ടിമുറിക്കുന്ന വേദന കൊണ്ട് പിടയുകയാണെങ്കിൽ, ഇന്ന് രാത്രികാലം ഒന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു കുഞ്ഞെ. പ്രിയ വാത്സല്യ മാതാവേ, പിതാവേ, സഹോദര സഹോദരി, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവ കുഞ്ഞെ, നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു. കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർക്ക് ഇരട്ടി പ്രതിഫലങ്ങളെ വാഗ്ദത്തം ചെയ്യുന്ന ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന സത്യം ഞാൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയുകയാണ്. കഷ്ടത അത് എല്ലാവർക്കുമുണ്ട്. നമുക്കറിയാം, 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. ഇന്ന് രാത്രികാലം ഈ വചനങ്ങളെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നീ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ആയിരിക്കാം ചിലപ്പോൾ കടന്നു പോകുന്നത്. ചിലപ്പോൾ ശാരീരികമായ രോഗാവസ്ഥയിലൂടെയാകാം കടന്നു പോകുന്നത്. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്തുള്ള നെടുവീർപ്പായിരിക്കാം നിന്നെ കഷ്ടതയിലേക്ക് തള്ളിവിട്ടത്. അതല്ല, ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ ചില രാത്രികളായി ഉറങ്ങിയിട്ട് എന്ന് പറയത്തക്ക രീതിയിലാണോ നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവവൈതൽ എന്നുള്ള നിലയിൽ, ദൈവദാസൻ എന്ന നിലയിൽ ഈ ദൈവ ത്തിൽ നിന്ന് നിങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. ഇതൊരു അതിശയകാര്യമായി നിങ്ങൾ ചിന്തിക്കരുത്. ലോകത്തിൽ ഇന്നുവരെ ആർക്കും ഇത് സംഭവിച്ചിട്ടില്ല, എനിക്ക് മാത്രമാണല്ലോ ഇത് സംഭവിച്ചത് എന്ന് ചിന്തിച്ചാണ് നീ ഭാരപ്പെടുന്നതെങ്കിൽ അല്ല 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 അനേകർ കഷ്ടത കൊണ്ട് നെടുവേർപ്പെടുന്നുണ്ട്. അനേകർ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ദൈവമില്ലാത്തവർക്ക്, പ്രത്യാശയില്ലാതെ ജീവിതത്തിൽ ഒരു തുണ്ട് കയറിലോ ഒരു ടിൻ വിഷത്തിലോ അവർ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവകുഞ്ഞേ, നിനക്കൊരു കഷ്ടത ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊരു അപൂർവ കാര്യമായി നീ കണക്കാക്കണ്ട. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾക്കൊരു അപൂർവ കാര്യം വന്നുകൂടി എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകരുത്. നിന്റെ കഷ്ടതയെ നോക്കി നീ അതിശയിക്കരുത്. നിന്റെ കഷ്ടതയെ നോക്കി നീ പിറുപിറുക്കരുത്. നിന്റെ കഷ്ടതയെ നോക്കി നീ ദൈവത്തെ കുറ്റം പറയരുത്. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ അദൃശ്യകരം നിന്നെ തേടി വന്ന് നിന്നെ ആശ്വസിപ്പിക്കുവാൻ മതിയായ ദൈവമാണ്. തീർന്നില്ല. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. എത്ര പ്രത്യാശ നിർഭരമായ വാഗ്ദത്തമാണ് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രികാലം വിളിക്കപ്പെട്ട ദൈവമക്കൾക്ക് നൽകുന്നത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. ഇന്ന് രാത്രികാലം ഈ വചനങ്ങളെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ കഷ്ടതയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാ. നീ ഒരു ദൈവവൈതലായി നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും നീ സന്തോഷിച്ചു കൊള്ളുക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കാരണം നിന്റെ കഷ്ടതയ്ക്ക് ഒരു അറുതിയുണ്ട്, നിന്റെ കഷ്ടതയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. അത് കണ്ടിന്യൂ ചെയ്യുന്നതല്ല. എല്ലാ കാലവും ഒരു ദൈവവൈതൽ ഈ കഷ്ടതയിലൂടെ കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രികാലം വചനം നിനക്ക് ഉറപ്പു തരുന്നു, നിന്റെ കഷ്ടതയിൽ നീ സന്തോഷിച്ചു കൊള്ളുക. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാനിട വരും. നിങ്ങൾക്ക് ഉല്ലസിപ്പാനും നിങ്ങൾക്ക് സന്തോഷിപ്പാനും ദൈവം ഒരു അവസരം തരുന്നുണ്ട്. ദൈവം ഒരു അവസരം ഒരുക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കാൻ എത്ര പേര് തയ്യാറാകും? കഷ്ടതയെ നോക്കി പിറുപിറുക്കാതെ ദൈവം നമുക്ക് തരുന്ന സന്തോഷത്തെ നോക്കി, ദൈവം നമുക്ക് തരുന്ന പ്രത്യാശയെ നോക്കി ദൈവത്തിന് മഹത്വം കരേറ്റാൻ എത്ര പേര് ഇന്ന് രാത്രിക്കാലം തയ്യാറാകും?
തീർന്നില്ല. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നല്ലോ. ഇന്ന് രാത്രികാലം ശുശ്രൂഷയുടെ മധ്യത്തിൽ ദൈവനാമത്തിന് വേണ്ടിയിട്ട് കഷ്ടത അനുഭവിക്കുന്ന, നിന്ന അനുഭവിക്കുന്ന, കുത്തുവാക്കുകൾ അനുഭവിക്കുന്ന, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കൊണ്ട് തലകുനിഞ്ഞു പോകുന്ന നിലവാരത്തിൽ ആരെങ്കിലും ഇന്ന് രാത്രികാലം ഈ വചനങ്ങളെ കേൾക്കുന്നെങ്കിൽ അവരോടായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാ. അവരെ ക്രിസ്തുവിൽ ഉറപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാ. ദൈവത്തിന്റെ യേശുവിന്റെ നാമം ഹേതുവായി നിന്നെ സഹിക്കേണ്ടി വന്നാൽ നീ ഒരു ഭാഗ്യവാൻ എന്ന് ദൈവത്തിന്റെ വചനം നിന്നെ വിളിക്കുകയാ. കുഞ്ഞേ, നിനക്ക് പറയത്തക്ക വിദ്യാഭ്യാസമില്ലായിരിക്കാം, നിനക്ക് പറയത്തക്ക കഴിവുകളില്ലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ക്രിസ്തുവിന്റെ നിന്നെ ചുമക്കേണ്ടി വന്നാൽ നിന്നെ ഭാഗ്യവാൻ എന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുന്നെങ്കിൽ ഇന്ന് രാത്രികാലം നിന്നെ ഭാഗ്യവാൻ എന്ന് ദൈവം വിളിച്ചാൽ അത് ലോകം ഏറ്റുപാടാൻ ഇടയായി തീരും എന്ന് യാതൊരു സംശയവുമില്ല. നിന്റെ കഷ്ടത മാറും, നിന്റെ ദുഃഖം മാറും, നിന്റെ നെടുവീർപ്പ് മാറും. കാരണം നീ ക്രിസ്തുവിന്റെ നിന്നയാണ് ചുമക്കുന്നതെങ്കിൽ അതിന് അറുതി വരുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നല്ലോ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഷ്ടതയിലൂടെ കടന്നുപോകുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ദൈവം നിന്നെ വിളിക്കുന്നത് ഭാഗ്യവാനെന്ന. കുഞ്ഞൻ, നിനക്ക് ഇന്ന് രാത്രികാലം ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിലൂടെ ആയിരിക്കാം നീ കടന്നു പോകുന്നത്. ഇന്ന് രാത്രികാലം ഞാൻ എങ്ങനെ യോർദാൻ കടക്കുമെന്ന ചിന്തയിലൂടെ ആയിരിക്കാം നീ കടന്നു പോകുന്നത്. പക്ഷെ നിന്നെ കുറിച്ച് വേദപുസ്തകം പറയുകയാ, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ നിന്റെ പ്രശ്നത്തിന് അവനൊരു മറുപടി തരും, നിന്റെ വിഷയത്തിന് അവനൊരു മറുപടി തരും. നീ വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് ഈ വചനം ഏറ്റെടുക്കാൻ തയ്യാറായാൽ സ്വർഗം അതിന് മുദ്രയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യെസ്, നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നിന്റെ അവസ്ഥയെ അറിയുന്നു. കുഞ്ഞൻ, നിന്റെ അവസ്ഥയെ അറിയുന്നു, നിന്റെ തലമുറയുടെ അവസ്ഥകളെ അറിയുന്നു. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക, നീ ദൈവത്തിൽ വിശ്വസിച്ച് ഈ വചനത്തെ ഏറ്റെടുത്ത് ആമേൻ പറ. നിശ്ചയമായും ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല, മറിച്ച് ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ആമേൻ. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ഈ കഷ്ടതയുടെ മധ്യത്തിലും ദൈവത്തിന് വേണ്ടി പാടാൻ, ഈ കഷ്ടതയുടെ മധ്യത്തിലും ദൈവത്തിന് വേണ്ടി ചുമല് കൊടുക്കാൻ, ഈ കഷ്ടതയുടെ മധ്യത്തിലും ദൈവത്തിന് വേണ്ടി അധ്വാനിക്കാൻ നീ തയ്യാറായാൽ ദൈവനാമം നിന്നിലൂടെ മഹത്വപ്പെടുവാനിടയായി തീരും. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. എന്താണ് ക്രിസ്ത്യാനി? ക്രൈസ്റ്റ് പ്ലസ് ഇൻ. ക്രിസ്തു ആരിൽ വസിക്കുന്നുവോ അവനാണ് ക്രിസ്ത്യാനി. ക്രിസ്തു ആരിൽ വസിക്കുന്നോ അവനാണ് ക്രിസ്ത്യാനി. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ ആസ്പദമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ദൈവജനത്തിന്റെ ഉറപ്പിനും ധൈര്യത്തിനും വേണ്ടി ഞാൻ വിളിച്ചു പറയുന്നു, ദൈവ കുഞ്ഞേ, അവന്റെ നാമത്തിൽ വിളിക്കപ്പെട്ട ദൈവവൈതലേ, നിന്നെ കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയായത് മാറട്ടെ. കാരണം നിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ നിന്നെ കൈവിടുന്ന ദൈവമല്ല, നിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ആ ദൈവത്തിന്റെ വചനം പറയുകയാ, ക്രിസ്ത്യാനിയായിട്ട് നീ ഒന്ന് കഷ്ടം സഹിക്ക കുഞ്ഞേ. ഈ നാമം ധരിച്ചിട്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ദൈവം നിന്നിൽ മഹത്വം എടുക്കുവാനിടയായി തീരും. ആമേൻ. രാത്രികാലം ദൈവജനത്തിന്റെ അടിസ്ഥാനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് വളരെ ആത്മാർത്ഥമായി യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ബലപ്പെടുത്തുവാൻ, ക്രിസ്തുവിൽ ഉറപ്പിക്കുവാൻ ആഗ്രഹിച്ചു പറയുന്നു. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. പ്രിയ ദൈവവൈതലേ, നീ കടന്നു പോകുന്നത് ഒരു കഷ്ടതയുടെ മധ്യത്തിലാണെങ്കിലും ഒരു നെടുവീർപ്പിന്റെ മധ്യത്തിലാണെങ്കിലും ദൈവത്തോട് നിനക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം നിന്നോട് സംസാരിച്ചു പറയുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ദൈവത്തിൽ ധൈര്യപ്പെടുവീൻ. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകുന്നെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് വിളിക്കുന്നു, നീ ഭാഗ്യവാൻ എന്നാണ്. ദൈവത്തോട് സമാധാനമുണ്ടാകാൻ ഇത് നമ്മളോട് പറഞ്ഞിരിക്കും. എന്തിനാ ഇത് നമ്മളോട് പറഞ്ഞത്? കുഞ്ഞെ, നിന്റെ കഷ്ടത കണ്ടിട്ടാ പറഞ്ഞത്. കുഞ്ഞെ, നിന്റെ കണ്ണുനീര് കണ്ടിട്ടാ പറയുന്നത്. രാത്രികൾ ഉറങ്ങാതെ നിന്റെ സമയത്തെ നീ തള്ളി നീക്കി രാത്രിക്ക് ഇത്രയും അകലമുണ്ടോ എന്ന് ചിന്തിച്ച ദിവസങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രിക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കുഞ്ഞെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ. എങ്ങനെയാണ് നിങ്ങൾ ധൈര്യപ്പെടേണ്ടത്? ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ കഷ്ടതയ്ക്കുള്ള മറുപടി ആ കർത്താവിന്റെ കരങ്ങളിൽ ഉണ്ട് എന്ന് ഇന്ന് രാത്രികാലം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ് ദൈവവാദപീഠത്തിങ്കിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ നിശ്ചയമായും സ്വർഗം നിനക്ക് അനുകൂലമായി തീരുവാനിടയായി തീരും. അതിനോട് ചേർത്തൊരു വാക്യം കൂടെ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അതിനു മുൻപ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് രാത്രികാലം സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതൊന്നും പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇന്നത്തെ ഈ കഷ്ടതയുടെ മധ്യത്തിലൂടെ കൈപ്പുനീര് കുടിച്ചുകൊണ്ട് നീ മുൻപോട്ട് പോകുമ്പോൾ ദൈവകുഞ്ഞെ, നിന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നീ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കണമെന്നും ഒക്കെ ഉള്ളത് ദൈവിക പദ്ധതിയാണെങ്കിൽ കുഞ്ഞെ, ആ ദൈവിക പദ്ധതിക്ക് നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ അവൻ വെറുങ്കൈയായി വിടത്തില്ല. നിന്നെ അവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നിന്നെ കുത്തുവാക്കുകൾ പറഞ്ഞവരുടെ മുൻപിൽ, നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ ആ കർത്താവ് നിന്നെ മാനിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം കഷ്ടതയുടെ കയ്പ് നീ രാവോളം കുടിച്ചാലും കലങ്ങണ്ട മനമേ, എന്താണ് വിഷമിക്കേണ്ട മനമേ, നിന്നെ താങ്ങുവാൻ ഒരു കർത്തനുണ്ട്, നിന്നെ താങ്ങുവാൻ ഒരു കർത്തനുണ്ട്. അവൻ നിനക്ക് ആശ്വാസദായകനായി നിന്നോട് കൂടെ ഇരിക്കുവാനിടയായി തീരും. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തിൽ ഒരണുവിട കുറയാതെ, പ്രത്യാശയിൽ ഒരു നെല്ലട കുറയാതെ ഇന്ന് രാത്രികാലം ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് വെക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുമ്പോൾ കഷ്ടതയുടെ കയ്പുനീര് കുടിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയില്ലാഞ്ഞിട്ടല്ല, നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനാണ് ദൈവിക പദ്ധതി എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ മടങ്ങി വന്നാൽ, അങ്ങനെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണാൽ, അങ്ങനെ തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കാൻ നീ തയ്യാറായാൽ നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രികാലം ഞാൻ വീണ്ടും ഒരാവർത്തി കൂടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമതായിട്ട് നാം ചിന്തിക്കുന്നത് സർവാശ്വാസത്തിന്റെയും ഉറവിടമായ ദൈവം. സർവാശ്വാസത്തിന്റെയും ഉറവിടമായ ദൈവം. പാട്ടുകാരനല്ലെങ്കിലും പാട്ടുകൾ പാടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരുകൊണ്ട് തലയിണ നനയ്ക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന ദൈവമക്കളുടെ വിശ്വാസത്തിന്റെ ഉറപ്പിലേക്കാ ഞാൻ പറയുന്നു. എന്തിന് കരയുന്നു എന്ന് ചോദിക്കുവാൻ ഒരുവനെ ഈ ലോകത്തിലുള്ളൂ, അത് നമ്മുടെ കർത്താവാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മളെ സഹായിക്കാൻ കഴിയുന്ന പലരും പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ,
നമ്മൾക്ക് കൈത്താങ്ങലാകുമെന്ന് നാം വിചാരിച്ച പലരും നമ്മളെ ഇന്ന് കണ്ടിട്ട് മിണ്ടാതെ മടങ്ങിപ്പോകുമ്പോൾ, കുഞ്ഞെ നീ ഓർത്തോണം, നീ എന്തിന് കരയുന്നെന്ന് ചോദിക്കാൻ സ്വർഗത്തിലൊരു കർത്താവുണ്ട്. അവൻ മാത്രമേ നമ്മളോടത് ചോദിക്കൂ എന്ന സത്യം നമ്മൾ ഇന്ന് രാത്രികാലം ഒരിക്കൽ കൂടി തിരിച്ചറിയണം. അതുകൊണ്ട് നിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ സർവാശ്വാസത്തിന്റെയും ഉറവിടമായ ദൈവത്തെ തിരിച്ചറിയണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു, ആകാശമേ ഘോഷിച്ചുല്ലസിക്ക, ഭൂമിയെ ആനന്ദിക്ക, പർവ്വതങ്ങളെ പൊട്ടിയാർക്കുവിൻ. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, തന്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു. സിയോനെ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നുകളഞ്ഞു എന്ന് പറയുന്നു. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇന്ന് രാത്രികാലം ഈ വചനങ്ങളെ തന്ന ദൈവത്തിന് ഞാൻ ഇന്ന് രാത്രികാലം സ്തോത്രം ചെയ്യുകയാണ്. വാർത്താ മാധ്യമങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് കേരളത്തിൽ ഒരു പെൺകുട്ടി ബാത്റൂമിൽ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ കഴുത്തു ഞെരിച്ചു കൊന്ന് ബാഗിലാക്കി തെരുവിലെറിഞ്ഞ ചരിത്രം കേരള സമൂഹം മറന്നിട്ടില്ല. അതിനും ചില നാളുകൾക്ക്, മാസങ്ങൾക്ക് മുൻപ് 1 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം അമ്മ കടൽ ഭിത്തിക്ക് കെട്ടിയിരിക്കുന്ന പാറക്കല്ലിൽ തലയടിച്ച് കൊന്ന് ചിതറിച്ചു കളഞ്ഞ ചരിത്രവും കേരള സമൂഹം മറന്നിട്ടില്ല. ബാത്റൂമിൽ പ്രസവിച്ച് ക്ലോസറ്റിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ അമ്മയെ കേരള സമൂഹം മറന്നിട്ടില്ല. ഇന്ന് രാത്രികാലം പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല എന്ന് പറയാൻ ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം കരയുന്ന ദൈവവൈതലേ, സർവാശ്വാസത്തിന്റെ ഉറവിടമായ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുവാൻ നിന്നെ തേടി വന്ന ദൈവമാണെന്ന് നീ മറന്നു കളയരുത്. പ്രൈസ് ദി ലോർഡ്. സിയോനേ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നുകളഞ്ഞു എന്ന് പറയുന്നു. സിയോൻ പറയുകയാ, യഹോവ എന്നെ ഉപേക്ഷിച്ചു. കഷ്ടത കൊണ്ട് സഹിക്കാൻ വയ്യാതെ സിയോൻ പറയുക, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നുകളഞ്ഞു എന്ന വാക്കുകൾ താൻ പറയുക. പക്ഷേ ദൈവം പറയുകയില്ല. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, മറക്കാത്ത ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ, മറക്കാത്ത ദൈവമാണ് നിന്നെ വിളിച്ചു വേർതിരിച്ചതെങ്കിൽ, ഇന്ന് രാത്രികാലം ആ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, ലോകം മുഴുവൻ നിന്നെ തള്ളിയാലും, ബന്ധുമിത്രാദികൾ മുഴുവൻ നിന്നെ കുറ്റം പറഞ്ഞാലും, സഭയിലുള്ളവർ മുഴുവൻ നിന്നെ കുറ്റപ്പെടുത്തിയാലും, നിന്നെ കുറ്റപ്പെടുത്താത്ത ഒരുവനുണ്ട്. അത് സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കുറ്റം പറയുന്നവരുടെ മുൻപിലും പരിഹസിക്കുന്നവരുടെ മുൻപിലും നീ ദൈവനാമത്തിനു വേണ്ടി ഉറച്ചു നിൽക്ക്. ഈ ദൈവനാമത്തിനു വേണ്ടി നീ കരുത്തോടെ നിൽക്ക്. വിശ്വാസത്തിൽ കുറയാതെ നിൽക്ക്. സർവാശ്വാസത്തിന്റെ ഉറവിടമായ കർത്താവ് സ്വർഗീയ സമാധാനം കൊണ്ട് നമ്മെ നിറയ്ക്കുവാനിടയായി തീരും. ഇന്ന് രാത്രികാലം ഒരു വാക്യം കൂടി ആ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എന്റെ ജനമെന്ന് പറയുകയും ചെയ്യേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. മറന്നുപോകരുത്, നീ ദൈവത്തിന്റെ കൈയുടെ മറവിലാണ് ആയിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു ശത്രുവിനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല, ഒരു ദുഷ്ടനും നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല. വീഴുവാൻ തക്കവണ്ണം ശത്രു നിന്നെ തള്ളി, എന്നാൽ നിലംപരിചാകാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നിന്നെ കൈകളിൽ വഹിക്കുവാൻ വിശ്വസ്തനാണെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വാസത്തോടെ എത്ര പേര് ആമേൻ പറഞ്ഞ് ഈ വചനം ഏറ്റെടുക്കുവാനിടയായിത്തീരും. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തിൽ ഈ വചനം അങ്ങനെ തന്നെ സംഭവിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം വചനങ്ങളെ ശ്രവിക്കുന്ന ദൈവകുഞ്ഞേ, സർവാശ്വാസത്തിന്റെ ഉറവിടമായ ദൈവം നിന്നോട് പറയുന്നു, 1, എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി. 2, എന്റെ കൈയുടെ നിഴലിൽ നിന്നെ മറയ്ക്കും.
നിന്നെ മറച്ചിരിക്കുന്നു. ഒന്ന്, എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി. ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ട് വേണ്ടും പോലെ ആ വചനത്തെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് ഒന്ന് ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട വചനങ്ങൾ ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ തള്ളിക്കളയുന്ന അനുഭവമാണെങ്കിൽ ഇന്ന് രാത്രികാലം വ്യക്തമായി ഞാൻ പറയുന്നു, കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഈ വചനത്തെ കേട്ട് ആ വചനത്തിന് ആമേൻ പറഞ്ഞ് അത് ഏറ്റെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ തയ്യാറായാൽ ജീവിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുമെന്നതിന് സംശയമില്ല. ഇന്ന് രാത്രികാലം സർവാശ്വാസത്തിന്റെയും ഉറവിടമായ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, കഷ്ടതയുടെ നടുവിലും നിന്നെ കരം താങ്ങി നടത്തുന്ന ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. കുഞ്ഞെ, നീ നടന്നു വന്ന വഴികളെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പലപ്പോഴും അതിശയത്തോടെ നീ ചിന്തിക്കും. കാരണം ഇവിടം വരെ എത്താൻ നിനക്ക് ഒരു യോഗ്യതയുമില്ലായിരുന്നു. പറയത്തക്ക വിദ്യാഭ്യാസമില്ലായിരുന്നു, പറയത്തക്ക ബാങ്ക് ബാലൻസ് ഇല്ലായിരുന്നു, പറയത്തക്ക കുടുംബ മഹിമയില്ലായിരുന്നു, കുലമഹിമയില്ലായിരുന്നു. എന്നിട്ടും നീ ഇവിടെ ഒരു അനുഗ്രഹ വിഷയമായി നിൽക്കുന്നെങ്കിൽ അത് മറ്റാരുമല്ലതിന് കാരണം സ്വർഗത്തിലെ ദൈവം നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്നെ അവൻ ഉള്ളങ്കരത്തിൽ വഹിച്ചതാണെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഈ ദൈവത്തെ വിട്ട് നീ ഓടിപ്പോകരുത്, ഈ ദൈവത്തെ വിട്ട് നീ മാറിപ്പോകരുത്, ഈ ദൈവ സാന്നിധ്യം വിട്ട് നീ അകന്നു പോകരുത്. കുഞ്ഞെ, നിന്നെ സ്നേഹിക്കുന്ന ദൈവം ഇന്ന് രാത്രികാലം നിന്നോട് സംസാരിക്കുകയാ. നിന്റെ കഷ്ടതയ്ക്ക് ഒരു അറുതി വരുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. എന്താണ്? സർവാശ്വാസത്തിന്റെയും ഉറവിടമായ ദൈവം നിന്നെ ഉള്ളങ്കരത്തിൽ വരച്ചിരിക്കുന്നു. നിന്റെ ഉള്ളങ്കര കൈയുടെ നിഴലിൽ നിന്നെ മറച്ചിരിക്കുന്നു. ശത്രു നിന്നെ ആക്രമിക്കാതെയും ദുഷ്ടൻ നിന്നെ തകർക്കാതെയും ഇരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. അവന്റെ കയ്യിൽ നിന്ന് ആർ നിന്നെ പിടിച്ചു പറിക്കും എന്നാണ് പുതിയ നിയമം ചോദിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം തിരിച്ചറിയുക, വചനങ്ങളെ വായിലാക്കി തന്ന ദൈവം തന്റെ കൈയുടെ നിഴലിൽ എന്നെയും നിങ്ങളെയും മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദുഷ്ടന് കഷ്ടത കൊണ്ടുവരാം, പക്ഷെ നിങ്ങളുടെ പ്രാണനെ തൊടാനുള്ള അധികാരം അവനില്ല. ഇത് നാം തിരിച്ചറിഞ്ഞാൽ ദുഷ്ടൻ നിന്റെ മുമ്പിൽ വിറയ്ക്കും, ദുഷ്ടൻ നിന്റെ മുൻപിൽ മുട്ടുവിറയ്ക്കും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഈ ദൈവവചന സത്യം തിരിച്ചറിഞ്ഞ് അകക്കണ്ണ് തുറക്കപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുക. ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുകയാണ്. ഞാൻ എന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. കഷ്ടങ്ങളിൽ ആശ്വാസം നൽകുന്ന ദൈവം, കഷ്ടങ്ങളിൽ ആശ്വാസം നൽകുന്ന ദൈവം. ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന പ്രതികൂലത്തിന്റെയും പ്രതിസന്ധികളുടെയും കഷ്ടതകളുടെയും മധ്യത്തിൽ ആശ്വാസം നൽകുന്ന ദൈവം. ഈ ദൈവത്തിൽ ആശ്രയിച്ച ഒരുത്തരെയും ദൈവം വെറുങ്കൈയായി വിട്ടിട്ടില്ല. തങ്കലേക്ക് നോക്കി നിലവിളിച്ച ഒരുത്തരെയും ദൈവം വെറുങ്കൈയായി വിട്ടിട്ടില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിച്ചാൽ നിലവിളിച്ചവർക്കൊക്കെ മറുപടി നൽകിയ ദൈവത്തെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രികാലം വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞെ, നീ ഭയപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. ആ ദൈവത്തെ നീ മുറുകെ പിടിക്ക്. കഷ്ടങ്ങളിൽ ആശ്വാസം നൽകുന്ന ദൈവം നിന്നെയും ആശ്വസിപ്പിക്കുവാനിടയായി തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. റോമാലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു. 17ഉം 18ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു, നാം മക്കളെങ്കിലും അവകാശികളുമാകും. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ വാക്യം വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. ഒന്നാമതായിട്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. രണ്ട് പദവികളാണ്. ഒന്ന്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. നോക്കൂ,
അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം ഈ പ്രകൃതിയിലെ ലക്ഷോപലക്ഷം ജീവജാലങ്ങൾക്ക് അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം. നമ്മുടെ അന്തരീക്ഷ മണ്ഡലത്തിൽ ലക്ഷോപലക്ഷം വരുന്ന ഗാലക്സി സമൂഹത്തിൽ അവയുടെ ഒന്നിന്റെ പോലും സഞ്ചാരപഥം തെറ്റാതെ കൃത്യമായ സഞ്ചാരപഥത്തിൽ ഇന്നുവരെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങൾക്ക് വഴികാട്ടിയായ കർത്താവ്. ഈ കർത്താവിന് കൂട്ടവകാശിയാക്കാമെന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞത്. സകലത്തിന്റെ ഉടമസ്ഥനായ ക്രിസ്തുവിന് എന്നെയും നിന്നെയും കൂട്ടവകാശികളാക്കാമെന്ന്. വാത്സല്യ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിനക്കതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ആഴം നീ ചിന്തിക്കുന്നുണ്ടോ? നിന്റെ ഇന്നത്തെ ചെറിയ കഷ്ടത കണ്ട് നീ നെടുവേർപ്പെടുകയാണോ? ദൈവം നിന്നെ അവകാശിയാക്കാമെന്ന് പറഞ്ഞത് ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ക്രിസ്തുവിന് നിന്നെ കൂട്ടവകാശിയാക്കാമെന്ന ദൈവം നിനക്ക് വാക്ക് തരുന്നത്. അങ്ങനെയെങ്കിൽ നീ ഒരു നിസാരനല്ല, നീ ഒരു നീ തള്ളിക്കളയപ്പെടേണ്ടവനല്ല, നീ ഒരു വിലയേറിയ മാന്യനാണ്. കാരണം ക്രിസ്തുവിന് നീ കൂട്ടവകാശിയാ. നിന്റെ പദവി എത്ര വലുതാ വാത്സല്യ സഹോദര, സഹോദരി, നിന്റെ പദവി എത്ര വലുതാ. നീ ഒരു നിസാരനല്ല. നീ ഇവിടുത്തെ ടാറ്റയ്ക്കോ ബിർളയ്ക്കോ അദാനിക്കോ അംബാനിക്കോ ഓഹരിക്കാരനാണെന്നല്ല പറഞ്ഞത്. അവരൊക്കെ ഈ ലോകത്തിലെ ചെറിയ ഒരു രാജ്യത്തെ സമ്പന്നനാ. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥന് നീ ഓഹരിക്കാരനാകാൻ പോകുകയാ. ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനാ നീ കൂട്ടവകാശിയാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ നിനക്ക് പറയത്തക്ക വണ്ണമോ ഉയരമോ കളറോ ഒന്നും ഇല്ലായിരിക്കാം. പക്ഷേ നീ ക്രിസ്തുവിന് കൂട്ടവകാശിയാ കുഞ്ഞെ. നീ വിഷമിക്കണ്ട, നീ ഭാരപ്പെടണ്ട, നീ നിരാശപ്പെടണ്ട. രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ കണ്ണുനീര് ദൈവം കണ്ടു. എന്നിട്ടാ പറയുന്നത് നീ ക്രിസ്തുവിന് കൂട്ടവകാശിയാണെന്ന്. മടുത്തു പോകരുത് കേട്ടോ, ക്ഷീണിച്ചു പോകരുത് കേട്ടോ. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്, നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്, ദൈവരാജ്യത്തിന് ആവശ്യമുണ്ട്, ദൈവിക ശുശ്രൂഷയ്ക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കൊണ്ട് നിന്റെ ശുശ്രൂഷ നീ നിർത്തിവച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രികാലം ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നീ അത് ആരംഭിക്ക്. ദൈവം നിനക്ക് തുണ നിൽക്കുവാനിടയായി തീരും. നീ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾ സൗഖ്യമാകും. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഭവനത്തിനകത്ത് ഒരു സമാധാനമുണ്ടാകും. കുഞ്ഞെ, നിന്നിൽ ഒരു ദൈവപ്രവൃത്തി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കുക, അവന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുക. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാലത്രേ. ഒരു തേജസ്കരണം, ക്രിസ്തുവിനോടുകൂടെ നാം തേജസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ലോകത്തിലെ സംഭവ വികാസങ്ങൾ മുഴുവൻ അത് നമ്മളോട് വിളിച്ചു പറയുകയാ. ആ തേജസ്കരണത്തിന് ഇനി നാളുകളേറെയില്ലെന്നും, ഇസ്രായേലും ഹമാസും സിറിയയും തമ്മിലുള്ള യുദ്ധവും ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഗ്ലോബൽ വാർമിങ്ങുമൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. യേശുവിന്റെ വരവടുത്തിരിക്കുന്നു, യേശുവിന്റെ വരവടുത്തിരിക്കുന്നു. ഇന്ന് രാത്രികാലം യേശുവിന്റെ വരവടുത്തിരിക്കുന്നു എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് വിളിച്ചു പറയുമ്പോൾ നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് പൗലോസ് പറഞ്ഞത് ഞാൻ ചപ്പന്നും ചവറന്നു വേണ്ടെന്നാ പറഞ്ഞു. ചപ്പന്ന് ചവർന്ന് എന്താണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ മൂലപദം തനിക്കുള്ള മാന്യതകളെയെല്ലാം, തനിക്കുള്ള ഉയർച്ചകളെയെല്ലാം ചപ്പന്നും ചവർന്നു എണ്ണെന്ന് പറഞ്ഞാൽ അതിന്റെ മൂലപദം ഡങ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷിൽ അർത്ഥം. ഡങ്, വേസ്റ്റ്, വിസർജ്യം എന്നാണ്. അപ്പൊ പൗലോസ് തന്റെ മാന്യതകളെയെല്ലാം ചപ്പന്നും ചവറെന്നും മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നെങ്കിലും അതിന്റെ യഥാർത്ഥ അർത്ഥം പൗലോസ് കണ്ടത് ഡങ്ങായിട്ടാണ് ഇതിനെയൊക്കെ കണ്ടത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം
ഈ വചനങ്ങളെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നമ്മുടെ പദവിയല്ല പ്രധാനം, നമ്മുടെ സ്ഥാനമല്ല പ്രധാനം. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം. അങ്ങനെയെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയ ദൈവവൈതലേ, നിന്റെ കഷ്ടതയെങ്കിൽ നീ ഒരു കാര്യം ഓർക്കണം, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുവാൻ നിന്റെ ആത്മീയ മനുഷ്യൻ തയ്യാറായാൽ ക്രിസ്തു നമ്മിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയില്ല. അവസാനമായ 66-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 66-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ വായിച്ചത്. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് രാത്രികാലം ഞാൻ എന്റെ ഈ വിരൽ ചൂണ്ടി നിങ്ങളുടെ നേരെ ചൂണ്ടുമ്പോൾ, വാത്സല്യ സഹോദര സഹോദരി, നീ ഒരു കഷ്ടതയിലൂടെയാണോ കടന്നു പോകുന്നത്? നീ ഒരു കണ്ണുനീരിലൂടെയാണോ കടന്നു പോകുന്നത്? ഒരു നെടുവീർപ്പിലൂടെയാണോ കടന്നു പോകുന്നത്? എന്നാൽ നിന്നോടായി വചനം സംസാരിക്കുന്നത്, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് രാത്രികാലം നമ്മളെ സമൃദ്ധിയിലേക്ക് നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്നത്തെ കഷ്ടത നീ കണക്കാക്കണ്ട, ഇന്നത്തെ പ്രതികൂലത നീ കണക്കാക്കണ്ട. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനമാണ് പറയുന്നതെങ്കിൽ ആ വചനം ചൊല്ലി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ കഷ്ടത മാറും, നിങ്ങളുടെ ദുഃഖം മാറും, നിങ്ങളുടെ നെടുവീർപ്പ് മാറും, നിങ്ങൾക്കൊരു സമൃദ്ധി ഉണ്ടാകും. നിശ്ചയമായും നിങ്ങൾക്കൊരു സമൃദ്ധിയുടെ നാളുകളുണ്ട്. ഇന്നത്തെ കഷ്ടതയ്ക്ക് ഒരു അറുതി വരുന്നൊരു ദിനമുണ്ട്. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിന്റെ വിടുതലിനു വേണ്ടി, പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നടത്തിപ്പിന് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളെ സമൃദ്ധിയിലേക്ക് ദൈവം നടത്തുന്ന ഒരു ദിനമുണ്ട്. അതിനുവേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുക. നിങ്ങൾ അനുഗ്രഹത്തിന്റെ പുറകെ പോകണ്ട, അനുഗ്രഹം നിങ്ങളെ തേടി വരുവാനിടയായിത്തീരും. ഇന്ന് രാത്രികാലം നിങ്ങളൊരു കഷ്ടതയുടെ കയ്പുനീര് കുടിക്കുകയാണ്. നമ്മൾ ആദ്യ ഭാഗം ചിന്തിച്ചത് കഷ്ടത അതെല്ലാവർക്കുമുണ്ട്. 2, സർവാശ്വാസത്തിന്റെയും ഉറവിടമായ ദൈവം. 3, കഷ്ടങ്ങളിൽ ആശ്വാസം നൽകുന്ന ദൈവം. ഈ കഷ്ടങ്ങളിൽ ആശ്വാസം നൽകുന്ന ദൈവം പറയുന്ന 2 കാര്യങ്ങളിൽ ഒന്ന് പ്രധാനപ്പെട്ടത്, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് ദൈവവൈതലേ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ്സിന്റെ നിത്യഘനം എത്രയെന്ന് വർണ്ണിച്ചു തീർക്കാൻ സാധിക്കത്തില്ല. തന്നെയുമല്ല, ഈ ഭൂമിയിൽ നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഈ ഭൂമിയിൽ നിങ്ങൾക്കൊരു സമൃദ്ധി ദൈവം തരുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച്, വചനത്തിനും ദൈവത്തിനും 1-ാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി ഒരിക്കൽ കൂടി സമർപ്പിച്ച് നിങ്ങളുടെ ആത്മീയ ജീവിതം നയിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും, ഈ ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവകൃപാലുവായ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുകയും എനിക്ക് അവസരം തന്ന പ്രിയ അശ്വന്ത് പാസ്റ്ററോടുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.